my channel. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 3 മേക്കപ്പ് പ്രൊഡക്റ്റുകളായിട്ടാണ്. അപ്പോൾ മൂന്നും നമുക്ക് എങ്ങനെയൊക്കെയാണ് യൂസ്ഫുൾ ആണോ നല്ലതാണോ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ആദ്യത്തെ പ്രൊഡക്റ്റ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു ബ്രഷ് കിറ്റിനെ പറ്റിയിട്ടാണ്. മേക്കപ്പ് ബ്രഷ് കിറ്റിനെ പറ്റിയിട്ടാണ്. ഇതിനെ പറ്റിയിട്ട് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ മേക്കപ്പ് വീഡിയോയുടെ ഇടയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ തനി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. ഇത് പാക് ജോവിറ്റാർ ജോർജ് കൊളാബറേഷനിലുള്ള ഒരു മേക്കപ്പ് ബ്രഷ് കിറ്റാണ്. നമുക്ക് പ്രൈസ് വരുന്നത് 2995 റുപ്പീസാണ്. ഇതിൽ 8 ബ്രഷാണ് നമുക്ക് വരുന്നത്. അവർ പറയുന്നത് ഈ ഒരു 8 ബ്രഷ് മതി നമുക്ക് ഫുൾ ഫേസ് ഓഫ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഈ പൗച്ചോട് കൂടെ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ട്രാവൽ ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഈ ഒരു 8 ബ്രഷ് ഈ പൗച്ചിലിട്ടിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. സോ ഇത് ആദ്യം നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പൗച്ച് നമുക്ക് കിട്ടുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് 8 ബ്രഷാണ് വരുന്നത്. ഒരു സിൽവർ കളറിലാണ് നമുക്ക് ബ്രഷ് വരുന്നത് കേട്ടോ. ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ആദ്യം വരുന്നത് ഫൗണ്ടേഷൻ ബ്രഷ്. ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ബിഗിനേഴ്സ് ആണെങ്കിൽ നമുക്ക് ഏത് ബ്രഷ് ഏതിനാണ് യൂസ് ചെയ്യേണ്ടത് എന്നറിയില്ലെങ്കിൽ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇത് ഫൗണ്ടേഷൻ ബ്രഷാണ്. ഇത് കബൂക്കി ബ്രഷാണ്. ആക്ച്വലി കണ്ടോ, ഇവിടെ ഫ്ലാറ്റാണ്. നല്ല എന്താ പറയുക, ഇതിൻ്റെ ബ്രഷ് കണ്ടോ, വളരെ തിന്നായിട്ടുള്ള നല്ല ബ്രഷസ് ആണ്. നമ്മുടെ സ്കിന്നൊന്നും ഇറിറ്റേറ്റ് ആവില്ല, കുത്തില്ല, അങ്ങനെയുള്ള ഒരു ഇഷ്യൂസും ഇല്ല. പാക്ക് അറിയാലോ, പാക്ക് ബ്രഷസ് ഉണ്ടാക്കാൻ ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് കമ്പനിയാണ് പാക്ക്. ജോവിറ്റാർ ജോർജ് ഒരു യൂട്യൂബറാണ്, ഇന്ത്യൻ യൂട്യൂബറാണ്. ആക്ച്വലി മലയാളിയാണ്. സോ അവർ രണ്ടുപേരും കൂടെ കൊളാബറേറ്റ്, പാക്കും ജോവിറ്റാർ ജോർജും കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ബ്രഷ് കിറ്റ് അവർ ഇറക്കിയത്. ഒരു വർഷമായി തോന്നുന്നു ഈ ഒരു ബ്രഷ് കിറ്റ് ഇറക്കിയിട്ട്. ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വർഷത്തിന് മേലെ ആയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇത് മറന്നുപോയി. ഇത് കിട്ടിയപ്പോൾ തൊട്ട് ഞാൻ ഇത് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. വേറെ ഒരു ബ്രഷും ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് തന്നെയാണ് ധാരാളമാണ് ഒരു ഫുൾ ഫേസ് ഓഫ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് നന്നായിട്ട് ഫൗണ്ടേഷൻ ഇത് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. ഒരു മാർക്സോ ബ്രഷിൻ്റെ മാർക്സോ ഒന്നും ലീവ് ചെയ്യുന്നില്ല. നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. നല്ല ഫൗണ്ടേഷൻ ബ്രഷാണ് കേട്ടോ. ഇത് നമുക്ക് തനിയെ അവൈലബിൾ അല്ല, നമുക്ക് ഈ ഒരു സെറ്റായിട്ട് മാത്രമേ അവൈലബിൾ ഉള്ളൂ. പിന്നെ നമുക്ക് സെക്കൻഡ് വൺ ഈ ഒരു പൗഡർ ബ്രഷാണ്. ആക്ച്വലി ഇതൊരു മൾട്ടി പർപ്പസ് ബ്രഷാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് തന്നെയാണ് നമ്മൾ മേക്കപ്പ് സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതേമാതിരി ബ്ലഷിന്, അതേമാതിരി കോണ്ടൂറിനും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു ബ്രഷ്. കാരണം ഇതിൻ്റെ ഷേപ്പ് കണ്ടോ, ഒരു ഡോം ഷേപ്പാണ്. നമുക്ക് പൗഡർ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ണിൻ്റെ ഇന്നർ കോർണറിലും എല്ലാവിടേക്കും എത്താൻ വേണ്ടിയിട്ട് പറ്റും. അതേമാതിരി ബ്ലഷിന് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇങ്ങനെ അപ്ലൈ ചെയ്യാനും ഒക്കെ വളരെ സൗകര്യമാണ്. കോണ്ടൂർ ചെയ്യാൻ വളരെ നല്ല സോഫ്റ്റ് ബ്രഷസ് ആണ് കേട്ടോ ഇത്. ഓക്കെ, ആൻഡ് ഇതിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബ്രഷ് ഈ ഒരു കൺസീലർ ബ്രഷാണ്. നമുക്ക് ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കണ്ണിൻ്റെ ഇന്നർ കോർണറിലും ഒക്കെ കണ്ടോ ഈസി ആയിട്ട് നമുക്ക് പോകും ഈ ഒരു ബ്രഷ് സെറ്റ് ചെയ്യാനും ഒക്കെ. നമുക്ക് ഈവൻ കണ്ണിൻ്റെ താഴെ പൗഡർ സെറ്റ് ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും കൺസീലറിനാണ്. ഇതെപ്പോഴും കൺസീലർ ബ്രഷ് ആയതുകൊണ്ട് ഞാനെപ്പോഴും കൺസീലറിന് ഈ ഒരു ബ്രഷ് തന്നെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതല്ലാതെ ഇത് കിട്ടിയ ശേഷം ഞാൻ വേറൊരു ബ്രഷും എടുത്തിട്ടില്ല കേട്ടോ, കൺസീലർ ബ്രഷായിട്ട്. സോ ഇതാണ് തേർഡ് വൺ. പിന്നെ വരുന്നതെല്ലാം ഐ ബ്രഷസ് ആണ്. ഇത് മൾട്ടിപർപ്പസ് ബ്രഷാണ്. ഒന്നല്ലെങ്കിൽ നമുക്ക് ക്രീം പ്രൊഡക്ട്സ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാനോ, അല്ലെങ്കിൽ ക്രീമായിട്ടുള്ള ഐ ഷാഡോ അപ്ലൈ ചെയ്യാനൊക്കെ ഈ ഒരു ബ്രഷ് നമുക്ക് യൂസ് ചെയ്യാം. ഭയങ്കര സ്റ്റിഫാണ് ഇത്, ഭയങ്കര തിന്നാണ്, എന്നാൽ സ്റ്റിഫുമാണ് കണ്ടോ. അപ്പോൾ ഇതാണ് ക്രീം പ്രിസിഷൻ ബ്രഷ് എന്നാണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. പിന്നെയുള്ളത് അത് ഈ ഒരു ക്രീസ് ബ്രഷാണ്. നമുക്ക് അതവിടെയൊക്കെ ഐ ഷാഡോസ് ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ടുള്ളൊരു ബ്രഷാണ് ഇത്. നെക്സ്റ്റ് വരുന്നത് ഇത് ഐ ഷാഡോ പാക്കർ ബ്രഷാണ്. നമുക്ക് ഇതേപോലെ ഗ്ലിറ്റേഴ്സൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു ബ്രഷ് വെച്ചിട്ട്. അതിനാണ് ഇത്. പിന്നെ വരുന്നത് ഇത് പെൻസിൽ ബ്രഷാണ്. നമുക്ക് ഇന്നർ കോർണേഴ്സോ അല്ലെങ്കിൽ ഔട്ടർ കോർണേഴ്സോ ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്യണം നമുക്കുണ്ടെങ്കിൽ പെൻസിൽ ബ്രഷ്. പിന്നെ ആങ്കിൾഡ് ലൈനർ ബ്രഷ് ഉണ്ട്. നമുക്ക് ലൈനർ അപ്ലൈ ചെയ്യാനും അല്ലെങ്കിൽ പുരികം സെറ്റ് ചെയ്ത് കൊടുക്കാനും ഒക്കെ ഈ ഒരു ബ്രഷ് വളരെ നല്ലതാണ് കണ്ടോ. ഈ ഒരു ഫുൾ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഫുൾ മേക്കപ്പ് തന്നെ ചെയ്തില്ലേ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു 8 ബ്രഷ് മതി. നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ആദ്യത്തെ റെക്കമെൻഡേഷൻ
ഇതാണ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തായാലും വാങ്ങിക്കോളൂ. കാരണം റിഗ്രറ്റ് ഇല്ല ഈ ഒരു ബ്രഷ്. കുറേ പ്രാവശ്യം കഴുകി യൂസ് ചെയ്താണ്, ഒരു പ്രശ്നമില്ല. നമുക്ക് ഇതിന് രണ്ടിനും ചെറിയൊരു കവർ വരുന്നുണ്ട്. അപ്പോൾ കഴുകി കഴിഞ്ഞിട്ട് ആ കവർ ഇടുകയാണെങ്കിൽ നമുക്ക് ഷേപ്പ് കളയാതെ ഇത് റീറ്റെയിൻ ആയിക്കൊണ്ടിരുന്നോളും. ഇതിലെൻ്റെ ഫേവറേറ്റ് ബ്രഷ് ഏതാണെന്ന് വെച്ചാൽ ഈ 2 ബ്രഷാണ് എൻ്റെ ഫേവറേറ്റ്. ഒന്ന് ഈ പൗഡർ ബ്രഷും ഈ ഒരു കൺസീലർ ബ്രഷുമാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുക. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഈ 2 ബ്രഷാണ് കേട്ടോ. സെക്കൻഡ് പ്രൊഡക്റ്റ് വരുന്നത് ഈ ഒരു സെറ്റിംഗ് പൗഡറാണ്. ഷുഗറിൻ്റെ ഓൾ സെറ്റ് ടു ഗോ ട്രാൻസ്ലൂസൻറ്റ് പൗഡർ. ഇതൊരു വൈറ്റ് സെറ്റിംഗ് പൗഡറാണ്. 599 റുപ്പീസാണ് നമുക്ക് പ്രൈസ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇത് വേണമെങ്കിൽ നമുക്ക് ഹുഡ ബ്യൂട്ടിയുടെ സെറ്റിംഗ് പൗഡറായിട്ട് അവരുടെ ഡ്യൂപ്പായിട്ട് കമ്പയർ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നല്ല ഫൈനായിട്ടുള്ള പൗഡറാണ് ഇതിലുള്ളത്. നമുക്ക് നന്നായിട്ട് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും മേക്കപ്പ്. അപ്പം തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിലൊരു ഗ്ലാസ് ഉണ്ട്, ഇവിടെ ഒരു പഫുണ്ട്. പഫ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ നെറ്റാണ് കേട്ടോ. എന്താണ് പെട്ടെന്ന് പിടിക്കാൻ പോയതെന്ന് വിചാരിക്കേണ്ട, എൻ്റെ മൊബൈൽ വീഴണ പോലെ തോന്നി, അതെടുക്കാൻ പോയതാണ്. ഇവിടെ നെറ്റുണ്ട്, നമുക്ക് ഇതിൽ കൂടെ വേണമെങ്കിൽ എടുക്കാം. ഞാനും ആക്ച്വലി നെറ്റ് എടുത്തിട്ട് അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ട്രാവൽ ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ ഒരു നല്ല സെറ്റിംഗ് പൗഡറാണ് ഇത്. അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു സെറ്റിംഗ് പൗഡറാണ്. നമുക്ക് ഫൈനായിട്ട് നമുക്ക് മേക്കപ്പ് അനങ്ങാതെ ഇരുന്നോളും. ഇതെൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ് കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുന്ന സമയത്ത് മേക്കപ്പ് സെറ്റൊക്കെ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് യാത്ര പോകുന്ന സമയത്ത് നമ്മൾ മേക്കപ്പ് സെറ്റൊക്കെ പാക്ക് ചെയ്യും. കാരണം നമ്മൾ ഫംഗ്ഷനൊക്കെ നന്നായി ഒരുങ്ങി നിൽക്കണം. അപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ പാക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സ്ഥലം എടുക്കുന്ന പരിപാടിയാണ് ഐഷാഡോ പാലറ്റ്. നമുക്ക് പല കളേഴ്സൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐഷാഡോ പാലറ്റ് ഭയങ്കര വലുതായിരിക്കും, പകുതി സ്ഥലം പോകും. അതിന് പകരം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഏത് ലുക്കാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇങ്ങനത്തെ ഐഷാഡോ സ്റ്റിക്ക്. നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് കെ ബ്യൂട്ടിയുടെ ഐഷാഡോ സ്റ്റിക്കാണ്. നമുക്ക് നൈക്കയുടെ സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു ഐഷാഡോ സ്റ്റിക്ക്. ഇത് മെറ്റാലിക് ബ്ലാക്ക് ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന കളർ. നമുക്ക് പല കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ്. പ്രൈസ് വരുന്നത് 599 റുപ്പീസ്. നല്ല ഈ കെ ബ്യൂട്ടിയുടെ ഈ ഒരു സ്റ്റിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ പണ്ട് ഒരു 2 വർഷം മുന്നേ ഞാനൊരു പെട്ടെന്ന് തന്നെ എങ്ങനെ ബ്ലാക്ക് സ്മോക്കിയായി ചെയ്യാം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. നല്ല ഈസിലി ബ്ലെൻഡബിളാണ്, എന്നാൽ അങ്ങനെ അത്ര പെട്ടെന്ന് സ്മഡ്ജ് ആവുന്നില്ല. ഇത് മെറ്റാലിക് ബ്ലാക്ക് ഐഷാഡോ സ്റ്റിക്കാണ്. അപ്പം ഒരു ചെറിയൊരു ഗ്ലിറ്റർ ഉണ്ട് ഇതിൽ. ബട്ട് ദിസ് ഇസ് സോ ഗുഡ് എന്ന് പറയില്ല. പെട്ടെന്ന് തന്നെ നല്ല ക്രീമി പ്രൊഡക്റ്റാണ്. ഞാൻ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, പെട്ടെന്ന് നല്ല ക്രീമിയാണ്, നല്ല റിച്ച് ബ്ലാക്കാണ്. നമുക്ക് ഷാർപ്പൻ ചെയ്ത് യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റാണ് ഇത്. നമുക്കപ്പോൾ നല്ല ഇന്നർ കോർണേഴ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷാർപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി ഈ ഒരു പെൻസിൽ. ഇതിൻ്റെ പേര് പറയുന്നത് സ്റ്റാറി നൈറ്റ് എന്നാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ബ്ലാക്ക് മെറ്റാലിക് പെൻസിലിൻ്റെ പേര്. നൈക്കയുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. നല്ല ബ്ലെൻഡബിൾ ആണ്. നമുക്ക് ഈസി ആയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അനങ്ങില്ല. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ്. പെട്ടെന്ന് ക്വിക്ക് സ്മോക്കി ആയിക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ കൈ പോകുന്നത്. പെട്ടെന്ന് ഒരു പാർട്ടിക്ക് റെഡിയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ധാരാളം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു മസ്റ്റ് ബൈ ആണ് എന്ന് തന്നെ പറയും കേട്ടോ. ഈ 3 പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ. എൻ്റെ അഭിപ്രായത്തിൽ ഈ 3 പ്രൊഡക്റ്റും അമേസിങ് പ്രൊഡക്ട്സ് ആണ്. സോ ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.